ഇന്നൊരു ചെമ്മീൻ അച്ചാറാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. ആദ്യം നല്ലെണ്ണ ഒഴിക്കണം. വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുമ്പോൾ പെട്ടെന്ന് ചീത്തയാവും. അതിന് കടുക്, ഇഞ്ചി നീളത്തിലരിഞ്ഞത്, വെള്ളുള്ളി അരിഞ്ഞത്, കുറച്ച് ജീരകപ്പൊടി, പിന്നെ മുളകും ഉപ്പും ചേർത്തിട്ട് ചെമ്മീൻ ആദ്യം പൊരിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കായപ്പൊടി വേണം. ഉലുവപ്പൊടി ജീരകപ്പൊടി ആവശ്യമുണ്ട്. പിന്നെ വിനീഗറും വേണം കേട്ടോ. ഇഞ്ചി, വെള്ളുള്ളി, ഇഞ്ചിയും വെള്ളുള്ളിയും വഴറ്റുന്നുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ഞാൻ പറയാൻ മറന്നു, അതും കൂടി ചേർക്കുന്നുണ്ട്. ഉലുവപ്പൊടി ഇട്ടു, ജീരകപ്പൊടി ഇട്ടു. ഉലുവപ്പൊടി, ജീരകപ്പൊടി, കായപ്പൊടി, മുളക് പൊടി ചേർത്തു. ഇത് ചെമ്മീൻ ഫ്രൈ ചെയ്ത് വെച്ചതാണ്. ഇത് ഒരു 100 ഗ്രാമൊക്കെ ഇതിലുണ്ടാവുള്ളൂ എന്ന് തോന്നുന്നു. ഞാൻ റെസിപ്പിക്ക് വേണ്ടി മാത്രം ഉണ്ടാക്കുന്നതാണ്. മറ്റേത് എൻ്റെ കയ്യിൽ ഓൾറെഡി ഉള്ളതുകൊണ്ട്. അപ്പോൾ അതും കൂടി ഇതിൽ ചേർക്കണം. ഇനി ഇതിൽ കുറച്ച് വിനീഗറും കൂടി ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതിൽ കുറച്ച് കറിവേപ്പില ചേർക്കുന്നുണ്ട്. കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തിട്ടുണ്ട്. ഒട്ടും വെള്ളമൊന്നും ഇല്ലാതെ വേണം കറിവേപ്പില ചേർക്കാൻ. പിന്നെ വിനീഗർ ഒരുപാട് തിളപ്പിക്കരുത്, കാരണം അതിൻ്റെ ഗുണം പോവും, പിന്നെ അച്ചാർ കേടുവരും. അപ്പോൾ ഒരുവിധം തിളയ്ക്കാനേ പാടുള്ളൂ. ഇനി ചെമ്മീൻ നേരത്തെ ഉപ്പ് പുരട്ടി വറുത്തത് കൊണ്ട് ഇപ്പോൾ നോക്കിയിട്ട് കുറച്ച് ഉപ്പും കൂടി ഈ ഇതിൽ ചേർത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ് ഈ അച്ചാർ. എല്ലാവരും ഉണ്ടാക്കി നോക്കണേ, നല്ല ടേസ്റ്റിയാണ്. പിന്നെ ഇത് ഒരു ദിവസമൊക്കെ പുറത്ത് വെച്ചിട്ട് ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ വെക്കാം. കാരണം ഞാൻ കുറച്ചേ ഉണ്ടാക്കിയിട്ടുള്ളൂ, അതുകൊണ്ട് അത്ര പ്രശ്നമില്ല. അല്ല കുറച്ച് കൂടുതൽ ഉണ്ടാക്കുകയാണെങ്കിൽ എന്തായാലും ഫ്രിഡ്ജിൽ വെക്കണേ. അല്ലെങ്കിൽ എണ്ണ മേലെ തെളിഞ്ഞ് നിൽക്കണം. നല്ലെണ്ണയിൽ തന്നെ ചെയ്യാൻ നോക്കണം, അല്ലെങ്കിൽ വെജിറ്റബിൾ ഓയിലും ചെയ്യാം. പക്ഷേ ടേസ്റ്റ് അച്ചാറിന് നല്ലെണ്ണ തന്നെയാണ്. അപ്പോൾ ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കണേ. എല്ലാ ദിവസവും നോൺ വെജ് ഒന്നും ഉണ്ടാക്കിയില്ലെങ്കിലും ഇതിൻ്റെ ഒരു കുറച്ച് ഗ്രേവി ഇത് മാത്രം മതി ആഹാരം കഴിക്കാൻ. അത്രയ്ക്ക് ടേസ്റ്റാണ്. കുട്ടികളൊക്കെ നല്ലോണം ഇഷ്ടപ്പെടും. കുട്ടികൾക്ക് ഉണ്ടാക്കുമ്പോൾ എരിവ് നോക്കിയിട്ട് വേണം ഉണ്ടാക്കാൻ. മറ്റേ എല്ലാവർക്കും ഇത് ഇഷ്ടാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും എൻ്റെ ഈ വീഡിയോ ഫേസ്ബുക്ക് പേജിലാണെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കരുത്. യൂട്യൂബിലാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബും ലൈക്കും ഷെയറും എല്ലാം ചെയ്യണേ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.